സർക്കാരുകൾ മാറി മാറി വരും. ഒരു ഉമ്മൻചാണ്ടി ഗവൺമെന്റ് കാര്യം പറഞ്ഞുകൊണ്ട് വളരെ മ്ലേച്ഛമായ തരത്തിൽ നട്ടാൽ കുരുക്കാത്ത നുണകൾ ദേശാഭിമാനി തയ്യാറാക്കി കൊടുക്കുന്ന അതേ പരസ്യം അതുപോലെ ഇടുക. അത് പരസ്യമാണെന്ന് പോലുമില്ല. ആളുകൾ ധരിക്കുന്ന എന്താ ഇത് വാർത്തയാണെന്നാണ്. പരസ്യം പോലുമല്ല. സ്പോൺസർ എന്ന് എഴുതണ്ടേ, അതെഴുതുന്നില്ല. PRDയുടെ ആണെന്ന് താഴെ കുറിപ്പ് കൊടുക്കണ്ടേ, അത് കൊടുക്കുന്നില്ല. എന്ത് മര്യാദകേടും കാണിക്കാമെന്നുള്ള നിലയിലേക്ക് PRD ഡയറക്ടർ അധപ്പതിക്കുകയാണ്. ഇയാൾ പണ്ട് കണ്ണൂർ കളക്ടറായിരുന്നു. കണ്ണൂർ കളക്ടറുടെ ആ കാലത്ത് CPMന്റെ ദാസ്യവേല ചെയ്തുകൊണ്ടിരുന്ന ആളാണ്, പാദസേവ ചെയ്തുകൊണ്ടിരുന്ന ആളാണ് ഈ മര്യാദകേട് മുഴുവൻ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിനെതിരെ ശക്തമായ നിയമ നടപടികളും ഞങ്ങൾ മുന്നോട്ട് പോകും. അധാർമികമായ ഈ നിലപാട് ജനങ്ങൾ തിരിച്ചറിയണം. ഒരു മര്യാദയുമില്ലാതെ കേരളത്തെ ജനങ്ങളുടെ പണം ഉപയോഗിച്ച് ഏകപക്ഷീയമായി CPMനെ LDFനെ സഹായിക്കാൻ വേണ്ടി, വെള്ളപൂശാൻ വേണ്ടി നടത്തുന്ന ഈ ശ്രമങ്ങൾക്കെതിരെ ശക്തമായ നിലപാടുമായി ഞങ്ങൾ മുന്നോട്ട് പോകാൻ ഇന്ന് തീരുമാനിച്ചിട്ടുണ്ട്. അല്ല, സർക്കാരിന്റെ വികസന പ്രവർത്തനങ്ങൾ പറയാനില്ലെന്ന് മാത്രമല്ല, സർക്കാരിന്റെ കെടുകാര്യസ്ഥത ഉൾപ്പെടെയുള്ളത് ജനങ്ങൾ അറിയുന്നു എന്ന് കണ്ടുകൊണ്ടാണ് 10 വർഷം മുമ്പ് നടന്ന ഉമ്മൻചാണ്ടി ഗവൺമെന്റ് കാലത്തേക്ക് നട്ടാൽ കുരുക്കാത്ത നുണകൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ നാട്ടിൽ എന്തെല്ലാം വാർത്തകൾ ഞാൻ ചോദിക്കട്ടെ, അല്ല ഞാൻ ചോദിക്കട്ടെ, ഈ ഗവൺമെന്റിനെതിരെ എത്രയോ പത്രത്തിൽ വാർത്ത വരുന്നുണ്ട്, എന്നാൽ അതുകൂടെ കൊടുക്കട്ടെ. കഴിഞ്ഞ 1 പിണറായി ഗവൺമെന്റിനെതിരെ എന്തെല്ലാം വാർത്ത വന്നു, സ്വർണ്ണക്കള്ളക്കടത്തുൾപ്പെടെ ഫ്രണ്ട് പേജിൽ വാർത്ത വന്നല്ലോ, അതെന്താ കൊടുക്കാത്തെ? അതുകൂടെ കൊടുക്കട്ടെ. അപ്പൊ ഉമ്മൻചാണ്ടി ഗവൺമെന്റ് കാലത്തെ മാത്രം എടുത്തു കൊടുക്കുന്നതിന്റെ ഉദ്ദേശം എന്താണ്? ഇങ്ങനെയാണെങ്കിൽ ചെയ്യേണ്ട 1 പിണറായി സർക്കാരിന്റെ കാലത്തെ സ്വർണ്ണക്കള്ളക്കടത്ത് ഉൾപ്പെടെയുള്ള സ്വർണ്ണക്കൊള്ള ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കൊടുക്കട്ടെ. അതല്ല ഞാൻ പറയുന്നത്, ഇയാളെന്ത് പറയുന്നത്? ഞാൻ എന്താ പറയുന്നത്? പവർ കട്ടില്ലെന്നുള്ളതല്ലോ കഴിഞ്ഞ ഗവൺമെന്റ്. എന്നാ പിന്നെ 1 പിണറായി ഗവൺമെന്റ് കാലത്ത് ചെയ്ത എല്ലാ തെറ്റുകളും പത്രത്തിൽ വന്ന് അതുകൂടെ കൊടുക്കട്ടെ. PRD നിഷ്പക്ഷമായി പ്രവർത്തിക്കണ്ടേ? എല്ലാവർക്കും ഉള്ളതല്ലേ, എല്ലാവരുടെയും പണമല്ലേ പോകുന്നത്? നമ്മുടെ എല്ലാവരുടെയും നികുതി പണമല്ലേ PRDയുടെ പണം? അല്ലാണ്ട് പിണറായി വിജയന്റെ വീട്ടിൽ നിന്ന് കൊണ്ടിരുന്ന പണമാണോ? ഒരു മര്യാദ വേണം ഇത് കാണിക്കുന്നതിന്. എന്തും ചെയ്തു കളയാം എന്ന് ആരും ചോദിക്കാനില്ല എന്നുള്ള മട്ടിലാണ് പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. ഇത് തീർച്ചയായിട്ടും ചോദ്യം ചെയ്യപ്പെടും, ഒരു സംശയം വേണ്ട. അതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ഞങ്ങൾ നോക്കുകയാണ്. എന്ത് മര്യാദകേടും കാണിക്കാം. PRD ഡയറക്ടർ വിനീത വിധേയനായിക്കൊണ്ട് JK സെന്ററിനാണ് ഇതെല്ലാം ചെയ്യുന്നത്. അയാൾ IAS ഉദ്യോഗസ്ഥനല്ലേ, ഒരു മര്യാദ കാണിക്കണ്ടേ? ഓൾ ഇന്ത്യ സർവീസിലുള്ള ആളല്ലേ, ഒരു മര്യാദ കാണിക്കണ്ടേ? ഇങ്ങനെയാണോ ചെയ്യുന്നത്? കൊടുക്കാത്ത പത്രങ്ങളുണ്ട്, ഞങ്ങൾ അവരെ അഭിനന്ദിക്കുകയാണ്. കാരണം അത് എത്തിക്സ് അല്ല, ധാർമ്മികതയല്ലത്. അങ്ങനെ ചെയ്യാൻ പാടില്ല. പണത്തിന് വേണ്ടി എന്തും ചെയ്യുന്നവരാണ് കേരളത്തിലെ മാധ്യമങ്ങളെന്നുള്ള തെറ്റിദ്ധാരണ വേണ്ട CPMന്. അവർക്ക് ധാർമ്മികതയുള്ളവരാണ് കേരളത്തിലെ മാധ്യമങ്ങൾ. ആ ധാർമ്മികത എന്ന് ഉയർത്തിപ്പിടിച്ചിട്ടുള്ളവരാണ് കേരളത്തിലെ ദൃശ്യമാധ്യമങ്ങളും പത്രമാധ്യമങ്ങളും. ജി സുധാകരന്റെ ഇന്നലത്തെ പോസ്റ്റ് വളരെ ഗൌരവമുള്ള ഒന്നാണ്. കേരളത്തിൽ മന്ത്രിമാരിൽ ഏറ്റവും അഴിമതി നടത്താത്ത ഒരു മന്ത്രി എന്നുള്ള പേരുള്ള ആളാണത്. PWD വകുപ്പ് കൈകാര്യം ചെയ്തിട്ടും ഒരാരോപണം അദ്ദേഹത്തിന്റെ പേര് ഞങ്ങളാരും ഉന്നയിച്ചിട്ടില്ല. പ്രതിപക്ഷത്തിൽ നിന്നുകൊണ്ട് ജനങ്ങൾക്ക് ഏറ്റവും സ്വീകാര്യനായ വ്യക്തിയാണ്. 63 വർഷം പാർട്ടി പ്രവർത്തിച്ചു. സ്വന്തം കുടുംബത്തിലൊരു രക്തസാക്ഷി വരെയുണ്ട്. ആ കുടുംബത്തിൽപ്പെട്ട അദ്ദേഹത്തെ 42 വർഷത്തോളം സ്റ്റേറ്റ് കമ്മിറ്റിയിലുണ്ടായ അദ്ദേഹത്തെ അപമാനിച്ച് പാർട്ടി സെക്രട്ടറി അവഹേളിച്ച് നടപടി ശരിയല്ല, ഒരിക്കലും ശരിയല്ല. അത് ഞങ്ങളൊക്കെ രാഷ്ട്രീയമായി എതിർക്കുന്ന ആളാണ്. അദ്ദേഹവുമായി രാഷ്ട്രീയ എതിർപ്പുള്ള ആളാണ്. ഞങ്ങളൊക്കെ മുഖാമുഖം തന്ന് പോരാടുന്നവരാണ് ആലപ്പുഴ ജില്ലയിൽ. പക്ഷെ ഞങ്ങളാരും ഇന്ന് വരെ ജി സുധാകരനെതിരെ ഒരു ആക്ഷേപവും പറഞ്ഞിട്ടില്ല. പക്ഷേ MV ഗോവിന്ദൻ മാസ്റ്റർ ഇപ്പൊ എന്താ പറ്റിയെന്നറിയില്ല. സ്വന്തം ഭാര്യയുടെ സീറ്റിന് വേണ്ടിയിട്ടുള്ള നെട്ടോട്ടത്തിൽ അദ്ദേഹം മറ്റെല്ലാം മറന്നുപോയെന്നത്.
എല്ലാം മറന്നുപോയി. അദ്ദേഹം ആളുകളെ അപമാനിക്കുകയാണ്. സുധാകരനെ പരിഗണിക്കില്ല എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ ആക്ഷേപിച്ചുകൊണ്ട് നിങ്ങളുടെ മുമ്പിലല്ലേ അദ്ദേഹം പരിഹസിച്ചത്. അപ്പൊ സുധാകരനെ പോലെ ഒരാളിനോട് ഒരിക്കലും അത് ചെയ്യാൻ പാടില്ല. ജനങ്ങളുടെ പിന്തുണയുള്ള ജനങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നേതാവാണ് CG സുധാകരൻ. അല്ല, അതൊക്കെ അദ്ദേഹം തീരുമാനിക്കാം. ഞങ്ങള് അദ്ദേഹവുമായിട്ട് ഒരു ചർച്ച ചെയ്തവർ നടത്തിയിട്ടില്ല. തീരുമാനിക്കേണ്ടത് അദ്ദേഹമാണ്. അദ്ദേഹം തീരുമാനിക്കാതെ ഞങ്ങളൊരു അഭിപ്രായം ആ കാര്യത്തിൽ പറയുന്നത് അനുചിതമാണ്. ഞങ്ങൾ പറയും. മുൻ പ്രതിപക്ഷ നേതാവ് കൂടിയായിട്ടുള്ള രമേശ് ചെന്നിത്തലയാണ് ഇപ്പോൾ മാധ്യമങ്ങളോട് സംസാരിക്കുന്നത്. രണ്ട് വിഷയങ്ങളിൽ അദ്ദേഹം പ്രതികരിക്കുന്നു. ഒന്ന് G സുധാകരനുമായി ബന്ധപ്പെട്ട വിഷയമാണ്. മറ്റൊന്ന് സർക്കാർ പരസ്യം. നമ്മൾ ചേർത്ത് വെച്ച വാർത്ത അതായിരുന്നു. ഇതിൽ ഈ സൂചിപ്പിക്കുന്ന പോലെ തന്നെ സാധാരണ നിലയിൽ ഈ പരസ്യം ഒരു വിചിത്രമായ പരസ്യം എന്ന് തന്നെ പറയാം. പക്ഷേ കാലം മാറുന്ന ഒരു സാഹചര്യമുണ്ട്. പത്രങ്ങളിലും അല്ലെങ്കിൽ മറ്റു മാധ്യമങ്ങളും ഒക്കെ നേരിടുന്ന ഒരു വിമർശനം സർക്കാരിൻ്റെ ക്ഷേമ പ്രവർത്തനങ്ങൾ ഞങ്ങൾ മാധ്യമപ്രവർത്തകർ ഉയർത്തി കാണിക്കുന്നില്ല എന്നുള്ളതാണ്. അത്തരം ക്ഷേമ പ്രവർത്തനങ്ങളെല്ലാം തന്നെ മാധ്യമങ്ങൾ കൃത്യമായി റിപ്പോർട്ട് ചെയ്യാറുണ്ട്. പക്ഷേ മാധ്യമങ്ങൾ കൂടുതൽ പരിഗണന നൽകുന്നത് ഒരു ജനാധിപത്യ സംസ്കാരത്തിലെ 4ാം എസ്റ്റേറ്റ് അല്ലെങ്കിൽ 4th എസ്റ്റേറ്റ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന മാധ്യമങ്ങൾ സർക്കാരിൻ്റെ പുഴുക്കുത്തുകളെയാണ് അധികവും ഉയർത്തി കാണിക്കാറുള്ളത് എന്നുള്ളതാണ്. ഇതിൽ കൗതുകമാകുന്നത് ഇപ്പോൾ ഇതാ സർക്കാർ മാറിയിരിക്കുന്നു. LDF സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ UDF സർക്കാരിൻ്റെ കാലഘട്ടത്തിലുണ്ടായിരുന്ന പോരായ്മകളാണ് അതിൽ ചൂണ്ടിക്കാണിക്കുന്നത്. അതും സർക്കാരിൻ്റെ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട്. ഈ സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ ഉണ്ടാകുന്ന വീഴ്ചകളാണ് ഞങ്ങളും ചൂണ്ടിക്കാണിക്കുന്നത്. അതിനെയാണ് ഇതേ പാർട്ടി നേതാക്കളും സർക്കാർ സംവിധാനങ്ങളും ഒക്കെ വിമർശിക്കുന്നത്. പക്ഷേ ഈ സർക്കാർ, അതായത് ഒരു സർക്കാരിൻ്റെ PR സംവിധാനങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് സർക്കാരിൻ്റെ ഖജനാവിൽ നിന്ന് തന്നെ പണം എടുത്തുകൊണ്ട് മുൻകാലങ്ങളിലെ സർക്കാരുകൾ വരുത്തിയിട്ടുള്ള പോരായ്മകൾ, വീഴ്ചകൾ അത് പരസ്യമായി നൽകുന്നു എന്നത് ഒരു പക്ഷേ ഇതുവരെയും നമ്മൾ കണ്ട് ശീലിച്ചിട്ടില്ലാത്ത ഒന്നാണ് എന്നതാണ്. അതാണ് ഈ പരസ്യത്തെ വ്യത്യസ്തമാക്കുന്നത് എന്നതാണ്. സാധാരണ സർക്കാരിൻ്റെ ക്ഷേമ പ്രവർത്തനങ്ങൾ, നേട്ടങ്ങൾ ഒക്കെ ഉയർത്തി കാണിച്ചുകൊണ്ട് പരസ്യം ചെയ്യാറുണ്ട്. അതിനപ്പുറത്ത് ഇത്തരം പരസ്യങ്ങൾ പാർട്ടി ലേബലിൽ ആണ് പൊതുവെ പുറത്തിറങ്ങാറുള്ളത് എങ്കിൽ ഇതിപ്പോൾ സർക്കാരിൻ്റെ തന്നെ ഒരു വകുപ്പ് അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറയാവുന്ന PRD ആണ് ഇത്തരത്തിലൊരു പരസ്യം തയ്യാറാക്കുകയും അങ്ങനെ UDF സർക്കാരിനെ പരിഹസിക്കുന്ന തരത്തിലുള്ള, മുൻപ് ഉണ്ടായിരുന്ന ഒരു സർക്കാർ സംവിധാനത്തെ പരിഹസിക്കുന്ന തരത്തിലുള്ള ഒരു പരസ്യം പുറത്തുവിട്ടത്. അതുകൊണ്ട് തന്നെ ഖജനാവിൽ നിന്ന് പണം ഉപയോഗിച്ചുകൊണ്ട് ഇങ്ങനെ മുൻ സർക്കാരുകളുടെ കാലത്തിലെ വിമർശനങ്ങൾ മറ്റൊരു സർക്കാർ പരസ്യമായി നൽകുന്നതിനെ സംബന്ധിച്ച വിമർശനങ്ങളാണ് ഉയരുന്നത്. ഒരു പക്ഷേ അതിന് നിയമപരമായ സാധ്യതകൾ കൂടി അന്വേഷിക്കും എന്നുകൂടിയാണ് ഇപ്പോൾ മുൻ പ്രതിപക്ഷ നേതാവ് പറയുന്നത്. സർക്കാർ ജനങ്ങളുടെ പണം ഉപയോഗിച്ച് ഹീനമായ പ്രവൃത്തി നടത്താൻ PRDയെ ഉപയോഗിക്കുന്നുവെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശനും കുറ്റപ്പെടുത്തി. PRD എത്രമാത്രം അധപ്പതിക്കാം എന്നതിന് തെളിവാണിത്. PRD പരിധികൾ ലംഘിച്ചു. ഇതിന് പിന്നിൽ പ്രവർത്തിച്ച ഉദ്യോഗസ്ഥർ മറുപടി പറയേണ്ടി വരുമെന്നും VD സതീശൻ പ്രതികരിച്ചു. PRDയുടെ പരിമിതിക്ക് അപ്പുറത്തേക്ക് PRD പോയിരിക്കുകയാണ്. ഇതിന് നേതൃത്വം കൊടുത്ത ഉദ്യോഗസ്ഥന്മാർ ഇതിന് മറുപടി പറയേണ്ടി വരും ഭാവിയിൽ. ഈ രാഷ്ട്രീയ നേതൃത്വത്തിന്റെ നിർദ്ദേശം കേട്ട് ഇത്തരം ഹീനമായ പ്രചരണ തന്ത്രങ്ങൾ, നാട്ടുകാരുടെ പൈസ വെച്ചിട്ടാണ്, നാട്ടുകാരുടെ പണമാണ്, അവരാരും വീട്ടിൽ നല്ലത് കൊടുക്കണം. മാത്രമല്ല ഈ ഗവൺമെന്റ് ഇതിന്റെ പേയ്മെന്റും കൊടുക്കാൻ പോകുന്നില്ല. അടുത്ത ഗവൺമെന്റിന്റെ തലയിലാണ് ഇതിന്റെ പേയ്മെന്റ്. എന്നിട്ട് ഒരു നേരത്തെ ഉണ്ടായിരുന്ന ഒരു ഗവൺമെന്റിന്റെ ആ കാലത്തെ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ട് സർക്കാർ ചെലവിൽ ജനങ്ങളുടെ നികുതി പണത്തിന്റെ പേരിൽ നടത്തുന്നത് ഹീനമായ പ്രചരണമാണ്. നാട്ടുകാരുടെ പണം ഉപയോഗിച്ച് അത് ചെയ്യാൻ പാടില്ല. അതിനെതിരായിട്ട് നിയമപരമായ നടപടിയും സ്വീകരിക്കും, രാഷ്ട്രീയമായ നടപടികളും ഞങ്ങൾ സ്വീകരിക്കും. ഇതിന് കൂട്ടുനിൽക്കുന്ന ഉദ്യോഗസ്ഥന്മാരെ കൊണ്ട് ഞങ്ങൾ ഉത്തരം പറയിപ്പിക്കുകയും ചെയ്യും. ഒരു സംശയം വേണം. ഏതായാലും തെരഞ്ഞെടുപ്പ് പരീക്ഷ വിജയിക്കുന്നതിന് വേണ്ടിയാണ് ഈ രാഷ്ട്രീയ പാർട്ടികളും സർക്കാർ സംവിധാനങ്ങളും ഒക്കെ ഇത്തരത്തിൽ സാധ്യതകൾ പ്രയോജനപ്പെടുത്തുന്നതെങ്കിൽ കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.